നമസ്കാരം. ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിൽ സദർ താലൂക്കിലെ അബൂനഗറിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശവകുടീരത്തിന് നേരെ ഹൈന്ദവ സംഘടനകൾ ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് മുകളിലാണ് എന്നാണ് അവരുടെ വാദം. തുടർന്ന് പ്രദേശത്ത് ജില്ലാ ഭരണകൂടം ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് കനത്ത സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ്. മുഗൾ ഭരണകാലത്ത് ആഗ്ര ഔദ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന ചത്തരി, താലിബ് നഗർ എന്നീ പ്രദേശങ്ങളിലെ നവാബായിരുന്ന അബ്ദുൽ സമദിന്റെ ശവകുടീരമാണിതെന്ന് സർക്കാർ രേഖകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖസ്ര നമ്പർ 753 എന്ന് രേഖപ്പെടുത്തുകയും ദേശീയ സ്വത്ത് എന്നാണ് ഔദ്യോഗികമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ 1000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണിതിന്റെ ചുവട്ടിലെന്ന് ആരോപിച്ചുകൊണ്ട് മഡ് മന്ദിർ സംരക്ഷണ സംഘർഷ സമിതിയും BJP തുടങ്ങിയ മറ്റ് ഹൈന്ദവ സംഘടനകളുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കാവി പതാകകൾ ഉയർത്തിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഈ ശവകുടീരത്തിന് സമീപം പ്രതിഷേധം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു കൂട്ടം ആളുകൾ ഈ ശവകുടീരത്തിനുള്ളിലേക്ക് കടക്കുകയും ചില നിർമ്മിതികൾ തകർക്കുകയും പൂജയും മറ്റ് ആരാധനകളും നടത്താനുള്ള ശ്രമങ്ങളും തുടങ്ങിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ശവകുടീരമല്ലെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണെന്നും BJP ജില്ലാ പ്രസിഡന്റ് മുഖ്ലാൽ പാൽ ആരോപിച്ചു. മാത്രമല്ല, അവിടെ നിന്ന് താമരപ്പൂക്കളും അതുപോലെ തന്നെ തൃശൂലങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നും അത് ക്ഷേത്രമാണെന്നതിനുള്ള ശക്തമായ തെളിവാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ദേശീയ ഉലമാ കൗൺസിൽ രംഗത്തെത്തി. അതിന്റെ സെക്രട്ടറി പറഞ്ഞത് ഇത് മതസൗഹാർദ്ദത്തെയും അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തെയും തെറ്റിദ്ധരിപ്പിക്കാനും വളച്ചൊടിക്കാനും സാമുദായിക സംഘർഷം ഉണ്ടാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിച്ചു.